strict lockdowns of infected neighborhoods, travel restrictions, and the mass testing of... A new report reveals COVID-19 may have accidentally been leaked from a lab in Wuhan, China. Well, they're losing their lives everywhere in the world. And maybe that's a question you should ask China. पिछले 2 दिनों से देश के अनेक भागों में लॉकडाउन कर दिया गया है. ലോക്ക്ഡൌൺ ആണ്, ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ ജനജീവിതം മാറുകയാണ്. പൊതുഗതാഗതം നിർത്തും, അതിർത്തികൾ അടയ്ക്കും, അവശ്യ സാധനങ്ങൾ മാത്രമാണ് ലഭിക്കുക. On 21st March 2020, India imposed a 3-week nationwide lockdown. Its impact was felt across all sectors, pushing the Indian economy into uncharted territory. It took its toll in the stock market too. In just 1 week, the Sensex plummeted from around 42,000 points to 28,000 points, a free fall that left investors reeling. Many saw their fortunes shrink and were reduced to despair. Then, amidst all the chaos, a surprising trend emerged. Young, salaried individuals, once wary of the stock market, began investing in large numbers, driving a slow but steady recovery in the markets. The number of active retail investors in the market grew to a whopping 19 million in 2020 from just 13 million in 2019. Seeing this, more people started investing in the stock market, setting the stage for the emergence of a darker trend, a boom in the stock market scams. A new breed of scammer emerged, lurking in the shadows of social media and WhatsApp groups. They posed as financial experts, lured gullible investors with promises of high returns and low risk. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വന്നിട്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ ടാക്സ് അടച്ച പൈസയും പോയി, എൻ്റെ ഈ അക്കൗണ്ടിലിട്ട പൈസയും പോയി. അപ്പോഴാണ് മനസ്സിലായത് എനിക്കൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തു. ഏറ്റവും അതിൻ്റെ അവസാന ഘട്ടത്തിൽ പേയ്മെൻറ്റിൻ്റെ അടുത്തെത്തിയ ഘട്ടത്തിലാണ് അത് തിരിച്ചറിയാൻ പറ്റിയത്. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ കോടികൾ തട്ടിയെടുത്ത് മുങ്ങിയ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മടിക്കുന്നതായി നിക്ഷേപകരുടെ പരാതി. Day after day, the stories pile up, a mountain of shattered dreams and ruined lives built on the foundation of broken trust and exploitation. For Keralites, this wave of scams must have stirred memories of a dark chapter from 3 decades ago. The infamous Goat Teak Manjium investment scam. Back then, fraudsters approached people with a seemingly lucrative deal. All one had to do was pay ₹1,000 for a goat, supposedly raised in Tamil Nadu, with a promise of unrealistic returns to double their money after 5 years. The fraudsters covered their tracks so well that it was not even possible to file a police case or move legally. അതിനെ അന്വേഷിക്കാൻ വേണ്ടി നേരിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് പേരെ കണ്ടു. അപ്പോൾ പിന്നെ ഇവരൊക്കെ ചേരാനുള്ള വേണ്ടി കൂട്ടത്തിൽ കൂടെ ചേർന്നു. മൊത്തം 2-3 കൊണ്ടായിട്ട് 6,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൃഷിക്കാരനാണ്, അതിനകത്ത് നോക്കിയ വരുമാനം. ഇനി ആട് വേണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ തേക്കോ മാഞ്ചിയമോ വളർത്താം, അതും തരും ലക്ഷങ്ങൾ. ഇത് ഇവരാരും കാശ് തരാൻ പോകുന്നില്ല, ആരും ആർക്കും കാശ് കൊടുക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ്. കാരണം എന്നിട്ട് മൂപ്പര് ഇതിൻ്റെ ഈ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവസാനത്തെ ഒരു സംഗതി ഇവരിങ്ങനെ 1-2 സാധനത്തിൽ അണ്ടർലൈൻ ചെയ്ത് കാണിച്ചു തന്നെ. കാരണം ഇതിൽ ഒക്കെ ഈ പറയുന്നത് ഇപ്പോൾ ആടിൻ്റെ കാര്യത്തിലാണെങ്കിലും മരം വെച്ച് വളർത്തുന്ന കാര്യത്തിലാണെങ്കിലും പറയുന്നത് ഈ മനുഷ്യൻ്റെ എന്താ പറയുക പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും നഷ്ടം വന്നാൽ പിന്നെ അത് നഷ്ടപരിഹാരം നൽകാനോ നിക്ഷേപം തിരിച്ചു നൽകാനോ കമ്പനിക്ക് ബാധ്യസ്ഥതയില്ലാന്ന് ഈ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷനിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ വക്കീൽ പറഞ്ഞു, എനിക്ക് സംഭവം മനസ്സിലായല്ലോ, ആടിനെ വളർത്തുകയാണ്, ആടിനെ വളർത്തുന്ന കാര്യം മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് നിൽക്കുന്നതല്ല, പ്രകൃതിയുടെ നിയന്ത്രണത്തിന് നിൽക്കുന്നില്ല, എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല. മരം വെച്ച് പിടിപ്പിച്ചാലും അങ്ങനെ തന്നെ. മരം വെച്ച് പിടിപ്പിച്ചാൽ 5 കൊല്ലം കൊണ്ട് പിന്നെ മനുഷ്യർക്ക് അതിലൊരു നിയന്ത്രണമില്ല.
അപ്പോൾ മരത്തിൻ്റെ ആട് ഇതൊക്കെ എങ്ങനെ പ്രകൃതിയാ വളർന്നു വരുന്ന സാധനങ്ങളാണ്. ഈ ടൈം സാധനം ഇവർ വെച്ചിരിക്കുന്നത് ആളുകൾക്ക് കാശ് തിരിച്ചു കൊടുക്കാതിരിക്കാനാണ്. ഇതും കൊണ്ട് കോടതിയിൽ പോയാൽ ആർക്കും കാശ് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ഇത് പ്രഖ്യാപിത തട്ടിപ്പ് തന്നെയാണ് സാധനം. നീ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സാധനവും പിന്നെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. It was a cruel lesson in financial literacy, one that many hoped would never be repeated. Despite being familiar with many financial fraud cases which occurred in the past, Keralites continued to fall for scams and make big losses. If anyone offers you unrealistic returns over a short term from the stock market, do not entertain them. പ്രധാനപ്പെട്ട ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ആയാലും ഒരു പരിധി പെർസെൻറ്റേജ് വരെ മാത്രമേ നോർമൽ സിസ്റ്റമിൽ കൊടുക്കാൻ പറ്റൂ. ഷെയർ ആയാലും ഈ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയാലും മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയാലും മാക്സിമം ഒരു 9%, 10%, 12%. അതുകൂടെ കഷ്ടിച്ച് ഷെയർ ട്രേഡിങ്ങിലായാലും ഒരു പരിധി ഉണ്ടാവും, പെർസെൻറ്റേജ് 12%, 15%, അതിനേക്കാൾ മുകളിലോട്ട്. അപ്പോൾ ഒരു ദിവസം 1 ലക്ഷം വെച്ചിട്ട് ഒരു മാസത്തിൽ 2 ലക്ഷം ആവുള്ളത് ശുദ്ധ തട്ടിപ്പ് തന്നെ ആയിട്ട് ഫസ്റ്റ് തന്നെ കണക്കാക്കണം. പിന്നെ വെരിഫൈ ചെയ്യണം, ഡബിൾ വെരിഫൈ ചെയ്യണം. അത്ര ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സൈബർ ഡിവിഷനായിട്ട് ബന്ധപ്പെട്ട് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്താണ്. പിന്നെ അവരുടെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷൈ ആവരുത്. പ്രധാനപ്പെട്ട നോക്കേണ്ടത് ഫസ്റ്റ് ഇരയാവുമ്പോൾ തന്നെ അവർ ഷൈ ആയി പോകും, അവർക്ക് നാണക്കേടായിട്ട് ഫീലായി പറയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇൻഫർമേഷൻ പോലീസ്ക്ക് പാസ് ഓൺ ചെയ്തിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യും. ഗ്രീഡാണ് പ്രധാനപ്പെട്ടതാണ്, ഗ്രീഡാണ് ഇഷ്യൂ. സോ ഗ്രീഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഇരയാകാനുള്ള സാധ്യത കൂടുതലാണ്. A couple who were good at share trading started an investment firm promising 18 to 24% interest per annum on investments plus stock market gains. They also assured investors that their money could be withdrawn anytime. But when the market crashed, the couple could not keep their promises and their investors lost close to 200 crore rupees. മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ള ആപ്പുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ഇവർ ഓഫർ ചെയ്യുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. അതായത് ജനറലി നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന റിട്ടേൺസിൻ്റെ 10 മടങ്ങൊക്കെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതുമൂലം ആൾക്കാർക്ക് ഒരു അത്യാർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹ പ്രവണത ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇവർ മിക്കവരും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെൻഡിൽ, ഒരു പ്രവണതയിൽ ഇങ്ങനെ തട്ടിപ്പിന് ഇരയാവുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി പോലീസ് ഒരുപാട് ലെവലിൽ, നാഷണൽ ലെവലിൽ തന്നെ 1930 എന്നുള്ളൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്. തട്ടിപ്പിന് ഇരയായവർ ഉടൻ തന്നെ, അതായത് 2 മണിക്കൂറിനുള്ളിൽ ഈ 1930 വിളിച്ച് പരാതിപ്പെടുകയാണെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടുകൾ ഇമ്മീഡിയറ്റ്ലി ഫ്രീസ് ചെയ്യുന്നതിനുള്ള മെക്കാനിസം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി കൺസേൺഡ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം പോവുകയും അവിടെ FIR രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണത്തിന് പോലീസ് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നു. Social media, particularly WhatsApp groups, have become the new hunting ground for these digital predators. A single search on the internet for trading and investment advice can lead one to these fraudulent WhatsApp groups. And before you know it, your life savings vanish into thin air. The scammers share stories of individuals who made crores through online trading in the group chats to allure newcomers. A native of Ernakulam started trading through such a website. He first invested 50,000 rupees, which rose to 65,000 rupees in just 15 days, and he was more than happy. His confidence grew and he invested more and more until he had invested a whopping 2.67 crore rupees, and his dashboard showed a staggering rupees 9 crores as returns. But what happened when he tried to withdraw his supposed rupees 9 crore return? The website vanished. The WhatsApp group disappeared. So it happened a while ago. എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഫണ്ട് കിട്ടുമെന്ന്. അപ്പോൾ ഇവരുടെ ആപ്ലിക്കേഷൻ വഴി ഞാൻ കുറച്ച് പൈസ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറേ പൈസ തിരിച്ച് കിട്ടി.
ഞാൻ വീണ്ടും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നി. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അതേപോലെ തിരിച്ച് പൈസ കിട്ടി. ഈ ഹൈ റിട്ടേൺ കണ്ടപ്പോൾ കൂടുതൽ ക്യാഷ് കിട്ടും? അതെ, എനിക്ക് ഹൈ റിട്ടേൺ കണ്ടപ്പോൾ എനിക്ക് കൂടുതലും ക്യാഷ് ഇടാൻ തോന്നി. അപ്പോൾ എനിക്ക് അതേപോലെ എനിക്ക് തിരിച്ചും കിട്ടി. കുറച്ച് നേരം കഴിഞ്ഞ് ഞാനത് വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ പറഞ്ഞു ടാക്സ് അടച്ചില്ല, അതുകൊണ്ടാണ് വിഡ്രോ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. ഞാൻ ടാക്സ് അടച്ചു. ടാക്സ് അടച്ച് ഏതിലാണ് ടാക്സ് അടച്ചത്? അവരുടെ അക്കൗണ്ടിലാണ് ഞാൻ ടാക്സ് അടച്ചത്. അവർ വേറെ അക്കൗണ്ട് നമ്പർ തന്നു? അതെ, അവർ വേറെ പ്രൈവറ്റ് അക്കൗണ്ട് നമ്പർ തന്നു. അതിലേക്കാണ് ഞാൻ ടാക്സ് അടച്ചത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വന്നിട്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ ടാക്സ് അടച്ച പൈസയും പോയി, എൻ്റെ ഈ അക്കൗണ്ടിലിട്ട പൈസയും പോയി. അപ്പോഴാണ് മനസ്സിലായത് എനിക്കൊരു തട്ടിപ്പാണ്. ഞാൻ പിന്നെ പോലീസിലേക്ക് പോയി. ഇതിലെ പ്രധാന മോഡസ് ഓപ്പറൻഡി പറഞ്ഞാൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അവർ എൻട്രി ചെയ്യും. പിന്നെ അവർ ജനങ്ങളിനെ വിശ്വാസത്തിൽ എടുത്തിട്ട് പറയും ഷെയർ ട്രേഡിംഗ് ചെയ്താൽ നല്ല പ്രോഫിറ്റായിട്ട് വരുമായിട്ട് പറയും. പിന്നെ ആദ്യം 1-2 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം 50,000 ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. പിന്നെ പിറ്റേ ദിവസം 1 lakh കാണിക്കും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും 1 lakh തിരിച്ചു കൊടുത്താൽ 2 lakh കാണിക്കും. അത് ഒരു 2-3 ടൈംസ് മാത്രമേ അവർ കാണിച്ചിട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല കണക്ക് ഓൾമോസ്റ്റ് 1 crore ആയി 2 crore ആയിട്ട് പറയും ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്. പിന്നെ പറയും ഇതിൻ്റെ വിഡ്രോ ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു ഗിവ് 50 lakhs ഇങ്ങനെ പറയും. സോ അപ്പോൾ വരെ ഫ്രോഡ് ആയിട്ട് അപ്പോൾ മനസ്സിലായാൽ ഓൾറെഡി മണി ഹാസ് ബീൻ ലോസ്റ്റ് ടു ദി വിക്ടിം. ഇതാണ് മോഡസ് ഓപ്പറൻഡി നടക്കുന്നത്. These aren't small-time con artists. They are well-organized, create an elaborate web of deceit, tech-savvy operations with convincing websites, social media accounts, fake customer care center and trading dashboards, as well as the ability to manipulate OTPs. It is not easy to figure out the fake sites from the real ones. A person from Malappuram district of Kerala filed a case after losing more than 1 crore rupees in online trading. As the police launched a probe, the trail led to a mastermind in Punjab. Based out of a remote place, these fraudsters manipulated him with fake promises, convincing trading dashboards, giving him no clue that his hard-earned money, rupees 1 crore, was vanishing into thin air. എങ്ങനെയാണ് താങ്കളെ പറ്റിച്ചത്? എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അവർ ചേട്ടന് നൽകിയത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് ട്രേഡിംഗ് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഒരു പ്രധാനപ്പെട്ട ട്രേഡിംഗ് സ്ഥാപനത്തിൻ്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. AI ഉപയോഗിക്കുന്നത് കാരണം വലിയ റിട്ടേൺ കിട്ടുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലുള്ള ചില അക്കൗണ്ട് നമ്പറാണ് മലയാളിയായ ഇദ്ദേഹം എനിക്ക് തന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധികമാരും ഇല്ലെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇട്ട് കൊടുക്കുന്ന ക്യാഷ് ഡൽഹിയിലുള്ള ആൾ ഇയാൾക്കാണ് കൊടുത്തിരുന്നത്. തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തു. Who are the victims of these scams? Surprisingly, their targets are highly educated professionals like high-income earning doctors, chartered accountants, engineers, businessmen, etc. Fraudsters mostly target this category because they are likely to have more money with them. Individuals who are highly educated, digitally savvy, and who have even heard of such scams before are still falling prey to these frauds. This is a serious issue. In 2024, in just 5 months, Kerala has witnessed over 1,100 online fraud cases. Who were these victims? As only 5 farmers and 93 housewives were defrauded in total. Surprisingly, the victims of this fraud were highly educated individuals with prestigious jobs. What are the clever tactics used by these scammers to deceive these individuals? ഈ അടുത്ത കാലത്താണ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർ അറിയപ്പെടുന്നയാൾ 3 കോടി രൂപ ചിലവാക്കിയെന്നാണ് പറയുന്നത്. ഏതാനും ദിവസങ്ങൾ കൊണ്ട്, അതായത് ആദ്യം ഒരു 5 ലക്ഷം രൂപ ഇട്ടു, അത് 10 ലക്ഷമായിട്ടെന്തോ തിരിച്ചു കൊടുത്തു. അങ്ങനെ 2-3 തവണ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് വലിയ എമൗണ്ടുകൾ ഇടാൻ തുടങ്ങി. അങ്ങനെ അപ്പം പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളതൊരു താല്പര്യം. രണ്ടാമത് ഈ ഇക്കണോമിക് ഡിസിഷൻ എടുക്കുന്നതിൻ്റെ പിന്നിൽ പല സംഗതികളുമുണ്ട്. നമ്മളെല്ലാം ഇത്തരം അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കിയാൽ പണ്ടൊക്കെ നമ്മൾ വലിയ എമൗണ്ടൊന്നും ആയിരിക്കണമെന്നില്ലെന്നേ ഉള്ളൂ. ഡാനിയൽ കാനെമാൻ എന്നൊരു ഇക്കണോമിസ്റ്റ് അല്ല, സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടി. അതായത് ഇക്കണോമിക്സിൻ്റെ നൊബേൽ പ്രൈസ് കിട്ടിയ ഇക്കണോമിക്സ് ഡിഗ്രി ഇല്ലാത്ത ഏക ആളാണ് പുള്ളി. ഇക്കണോമിക്സിൽ ഡിഗ്രി ഇല്ല. അദ്ദേഹം ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച്, ഇസ്രായേലിൽ നിന്ന് ഹീബ്രു യൂണിവേഴ്സിറ്റി പഠിച്ച്, അത് കഴിഞ്ഞ് പ്രിൻസ്റ്റണിൽ
വന്ന് US പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി വന്നു. അവിടെ എമറിറ്റസ് പ്രൊഫസറൊക്കെ ആയിരുന്നു. ഇപ്പോൾ 90 വയസ്സായപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ അത് കുറേ വർഷങ്ങളോളം റിസർച്ച് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു തിയറിയാണ്. അത് ഹ്യൂമൻ മൈൻഡിന്, സൈക്കോളജിയാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്, സൈക്കോളജിയിൽ ഡോക്ടറേറ്റും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഉള്ളതാണ്. ഹ്യൂമൻ മൈൻഡിന് 2 സിസ്റ്റംസ് ഓഫ് തിങ്കിങ് ഉണ്ടെന്ന് ആണ് പറയുന്നത്. സിസ്റ്റം 1, സിസ്റ്റം 2. ഈ സിസ്റ്റം 1 എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ സിസ്റ്റമാണ്. അതായത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഫ്രണ്ട്സ് എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ആ സുഹൃത്തുക്കളായിട്ടുള്ള അടുപ്പമുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവായിട്ട് അങ്ങനെ ആലോചിക്കുന്നു, അപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു തോന്നൽ, വെറും തോന്നലാണത്. ഇൻറ്റ്യൂഷനെന്ന് വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ വെറും തോന്നലാണ്. പിന്നെ ഇമോഷണലായിട്ട് എടുത്തു ചാടി തീരുമാനമെടുക്കൽ. ഈ സിസ്റ്റം 1-ൽ വളരെ ഫാസ്റ്റായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആലോചിക്കാനൊന്നും കൂടുതൽ നിൽക്കുന്നില്ല. എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസിന് വശംവദനായിട്ട് അങ്ങ് തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. സിസ്റ്റം 2-ൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സ്ലോ ആണ്. ഓരോന്നും നിങ്ങൾ അനലൈസ് ചെയ്യും. അതങ്ങനെ ആയാലും ഇങ്ങനെ എന്തായിരിക്കും, ഈ മാർക്കറ്റ് എങ്ങനെ പോകും എന്നൊക്കെ ശരിക്കും അനലൈസ് ചെയ്ത് അതിലെ ഡേഞ്ചേഴ്സൊക്കെ വെച്ച് വളരെ സ്ലോ ആയിട്ട് തീരുമാനം എടുക്കുന്നതാണ് സിസ്റ്റം 2. അപ്പോൾ ആളുകൾ സിസ്റ്റം 1 വെച്ചിട്ടാണ് ഈ 1-ൽ കൂടി തിങ്കിങ്ങിൻ്റെ ആലോചനയുടെ ഈ സിസ്റ്റം 1 വെച്ചിട്ടാണ് ആൾക്കാർ തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ മിക്കവാറും അബദ്ധത്തിൽ ചാടുകയും ചെയ്യും. അത് ഏത് തരം തട്ടിപ്പായാലും ശരി. അതുകൊണ്ടാണ് ഈ തട്ടിപ്പുകാർ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതായത് അവർ സമയം കൊടുക്കില്ല. ഇപ്പോൾ അരമണിക്കൂറിനാകും നിങ്ങൾ അത് പൈസ അടച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമായി പോവും, അല്ലെങ്കിൽ ഇന്ന് തന്നെ പണം അടയ്ക്കണം എങ്കിലേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും, നാളെ ആയാൽ മാർക്കറ്റ് മാറും, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് സ്പീഡിൽ തീരുമാനം എടുപ്പിക്കും. അത് ഇവരുടെ ഇതിൻ്റെ ഭാഗമാണ്. സിസ്റ്റം 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ആ അബദ്ധത്തിൽ ചെന്ന് ചാടാനുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ത്വരയെ ആണ് അവർ യൂട്ടിലൈസ് ചെയ്തത്. ഈ മലയാളികളുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാര്യത്തിൽ വളരെ രസകരമാണ്. വിജയകരമായി തട്ടിപ്പ് നടത്തി കൊടുക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയ ഒരു തരാതരം പരസ്യം, നമ്മളൊരു ക്ലാസിഫൈഡ് പരസ്യം പത്രത്തിൽ കൊടുത്തു നോക്ക്. പിറ്റേ ദിവസം രാവിലെ ഒരു 4-5 ആളുകളെങ്കിലും നേരിട്ട് വരും. ഒരു 10-15 ആൾക്കാരെങ്കിലും ഫോൺ ചെയ്ത് ചോദിക്കും, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുമോ, നടത്താൻ പറ്റുന്നതാണെന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനത്തെ ഒരു ഇതാണ് നമ്മളെ ആൾക്കാർ. ഒരു സാധനം കണ്ടാൽ ഇങ്ങനെ ഈ തട്ടിപ്പാണെന്ന് അറിഞ്ഞാൽ പോലും ഒഴിഞ്ഞു നിൽക്കാൻ തോന്നാത്ത തരത്തിലുള്ള നമ്മൾ ഈ ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും കിട്ടും എന്നുള്ള മട്ടിൽ. അതുപോലെ എപ്പോഴെങ്കിലും കിട്ടിയേക്കും എന്നുള്ള മട്ടിൽ ആൾക്കാർ പൈസ നിക്ഷേപിക്കാൻ തയ്യാറാണ്. അതിൽ യാതൊരു സംശയമില്ല. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്തു നോക്കാം. A 32-year-old housewife was added into a social media group which was created for share trading discussions and investment tips. Over the next few days, she read testimonials from the group members on the money they made following the investment tips shared in the group. She believed the testimonials and began investing with a small amount. To her surprise, the money doubled in just a few days. Soon, the returns crossed 6 figures. And just as she was rejoicing and planning to withdraw the amount, the WhatsApp group disappeared and she has no clue where the money has gone. ട്രേഡിങ് തുടങ്ങാൻ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ കോവിഡിന് ശേഷം ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടി. സ്വാഭാവികമായിട്ട് ആ ഒരു ട്രെൻഡ് വളരെ പരന്നൊരു ട്രെൻഡായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിലും എവിടെ നോക്കിയാലും ഓഹരി വിപണിയിലെ ഇൻവെസ്റ്റ്മെൻറ്റും അതിനെക്കുറിച്ചുള്ള ആഡുകളും ഒരുപാട് വന്നിരുന്നു. പിന്നെ വലിയ എഫേർട്ടില്ലാതെ പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു മിഥ്യാധാരണ കൂടി. സ്വാഭാവികമായിട്ടും പഠിത്തം കഴിഞ്ഞ് തൊഴിൽ അന്വേഷിക്കുന്ന ഏതൊരാൾക്കും ആ ഒരു രീതിയിൽ ചിന്തിക്കപ്പെടാം. അങ്ങനെയാണ് ട്രേഡിംഗ് ഒരു പ്രൊഫഷൻ ആക്കിയാലോ എന്ന് ആലോചിച്ചത്. ഏത് കമ്പനിയിലാണ് തുടങ്ങേണ്ടതെന്ന് കരുതി ഞാൻ ഒരുപാട് അന്വേഷിച്ച് ചെന്നപ്പോൾ ട്രേഡിംഗ് ബ്രോക്കർ ചെന്നെത്തിയപ്പോഴൊക്കെ വളരെ വിശ്വസ്തതയുള്ള കമ്പനികളുടെ പോലും ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്കാണ് എത്തിച്ചേർന്നത്. ഈവൻ അവരുടെ ആപ്പുകൾ പോലും ഫേക്കായിരുന്നു. അത് ഏറ്റവും അതിൻ്റെ അവസാന ഘട്ടത്തിൽ പേയ്മെൻറ്റിൻ്റെ അടുത്തെത്തിയ ഘട്ടത്തിലാണ് അത് തിരിച്ചറിയാൻ പറ്റിയത്. തിരിച്ചറിഞ്ഞത് കൊണ്ട് എനിക്ക് ഒത്തിരി കാശ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. The latest online share trading scams are truly shocking. The fraudsters have perfected the art of imitation, creating fake versions of legitimate brokers' websites, trading apps, and WhatsApp groups that are nearly impossible to distinguish from the real thing. People realize they are victims of fraud only when they cannot access their money
സോ ജനങ്ങൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം വാട്സാപ്പ് ഗ്രൂപ്പ് ആയാലും ഏതെങ്കിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഏതേതോ ഗ്രൂപ്പ്സ് ഉണ്ട്, ആ ഗ്രൂപ്പ്സിലെല്ലാം ഭയങ്കര ശ്രദ്ധിച്ചിട്ടായിട്ട് സൂക്ഷിച്ചിട്ട് ഡബിൾ വെരിഫൈ ചെയ്തിട്ട് തന്നെ ഏതായാലും അങ്ങനെയുള്ള ട്രേഡിംഗ് ഇഷ്യൂസിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. പക്ഷേ സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലല്ല എല്ലാ സ്ഥലത്ത് ഈ തട്ടിപ്പുകൾ കൂടി വരികയാണ്. അതായത് രജിസ്റ്റേർഡ് കമ്പനികളായിരിക്കണം. നമ്മളിപ്പോൾ ഷെയർ ട്രേഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും എന്ത് ബിസിനസ് സംരംഭം ത്തിലൂടെ കാശ് വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്കീമാണെങ്കിലും അത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. എന്ന് മാത്രമല്ല ഈ കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാത്രമേ പണം ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും വിപുലമായ സ്കാം ഇവർ ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് അവസാനം ഇവർ പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാ ടൈപ്പ് ഓൺലൈൻ തട്ടിപ്പുകളും അല്ലെങ്കിൽ സ്കാമുകളിലും കണ്ടിട്ടുള്ളതാണ്. പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത് ഇവർ ഏതെങ്കിലും വ്യക്തിയുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. This is a WhatsApp group named after a share trading firm owned by a leading bank in the country. This group had more than 200 members, and one day a personal phone number was added to this group without permission. Every day they would get trading instructions. Many would leave messages in the group claiming to have made huge profits. Take a close look at the admin profiles. Many have DPs of foreigners or AI generated pictures. They even ask you to pay for premium membership to get exclusive stock tips from their chief investment strategist. Although it looks like a fraud group prima facie, many take their advice seriously. None of the leading trading firms will offer membership to their groups without the permission of investors. This group has members with the same fake profile pictures on multiple numbers, but desperation can cloud judgment, and many fell for it. When we asked about the authenticity of the group, the response was to ask the chief investment officer, and the reply was this. Soon, the number was removed from the group. ഇനിയുള്ള നമ്മുടെ വളർച്ച ഇതുവരെ ഉണ്ടായ വളർച്ചാ നിരക്കിന് ആനുപാതികമായിട്ടുള്ള വളർച്ചാ നിരക്കാണെങ്കിൽ നമ്മൾ 2 വർഷം കഴിയുമ്പോഴത്തേക്കും മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഉന്നം അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ചൈന, പിന്നെ അമേരിക്ക, അതിന് തുല്യമായിട്ടുള്ള ഒരു സാമ്പത്തിക GDP വളർച്ചയിലേക്ക് അല്ലെങ്കിൽ GDPയുടെ തോതിലേക്ക് ഇന്ത്യ ചെന്നെത്തണം എന്നുള്ളതാണ് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു പോളിസി ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് ഏതായാലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. നമ്മുടെ നാട്ടിൽ പൊതുവേ രാഷ്ട്രീയമായിട്ടുള്ള സുസ്ഥിരതയുണ്ട്. ഗവൺമെൻറ്റുകൾ മാറുമെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മാറുമെങ്കിലും സംവിധാനം സുശക്തമാണ്. അപ്പോൾ സംവിധാനം സുശക്തമാണ്, പോളിസീസ് കണ്ടിന്യൂറ്റി ഉണ്ട്. ഡിമാൻഡ് എത്രയാണ് 140 കോടി 45 കോടി ആൾക്കാരുള്ള ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക്, വികസിതമായി കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഏത് ഗുഡ്സ് എടുത്താലും അതിനുള്ള ഡിമാൻഡുണ്ട്. അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പ്രതീക്ഷ ശരിയാണ്, അസ്ഥാനത്തല്ല. പക്ഷേ അതിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തികൾ നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, വേണ്ടുന്ന മുൻകരുതൽ ഇല്ലാതെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുമാണ് പല രീതിയിലുള്ള ഈ തിരിച്ചടികൾ ഉണ്ടാവുന്നത്. One day, a message appeared in a closed Facebook group for stock market investors promising unusually high returns. A representative from a stock brokerage firm offered to double investors' money in just 6 months, but only if they handed over control of their accounts. This lofty promise raised red flags, as it's a well-known tactic used by scammers to lure investors into their trap. ഏത് രീതിയായാലും നമ്മുടെ സൈബർ ക്രൈമിലെ പെട്ടുപോയവർ ഇമീഡിയറ്റ് ആയിട്ട് 1930 നമ്മുടെ 24/7 പ്രവർത്തിക്കുന്നുണ്ട്. 1930 ഉണ്ട്. പിന്നെ നമ്മുടെ കേരള പോലീസിയുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട് 9497980900 ആയിട്ട് നമ്മുടെ ലോൺ ആപ്പ്, ഫേക്ക് ലോൺ ആപ്സ് അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ റെസ്പോൺസ് എല്ലാ നമ്മുടെ സൈബർ ഡിവിഷനായിട്ട് എല്ലാ ബാങ്ക്സിലെ ടൈപ്പ് ഉണ്ട്. സോ ഇമീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് വിക്ടിംസ് നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇമീഡിയറ്റ്ലി ബ്ലോക്ക് ചെയ്യാൻ പറ്റും.
പക്ഷേ താമസിച്ചു പോയാൽ പൈസ പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് വരും. Regulatory bodies like SEBI, AMFI continue to sound the alarm, but their warnings often fall on deaf ears. Smoking and drinking alcohol are injurious to health. Everybody knows the statutory warning, yet many consume it knowing the risks it may cause. Similarly, the temptation of easy profits continue to entice despite warnings and regulations. കാശ് അക്കൗണ്ട് വഴിയാണ് പോകുന്നത്. കാശ് പോക്കറ്റിൽ നിന്ന് ആരെങ്കിലും പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നതല്ല. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ OTP ഷെയർ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഷെയർ മാർക്കറ്റിൽ ഒരു വിശ്വാസ വഞ്ചന നടത്തി ആളുടെ നിന്ന് പൈസ മേടിച്ചു, റിട്ടേൺസ് കൊടുക്കാമെന്ന് പറഞ്ഞു, അവസാനം ആ പൈസ തിരിച്ചു കൊടുത്തില്ല, കംപ്ലീറ്റ് നഷ്ടമായി. മനസ്സിലാക്കേണ്ടത് ഈ പൈസയെല്ലാം ഏതെങ്കിലും അക്കൗണ്ട് വഴിയാണ് പുറത്തു പോകുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ പുറത്ത് ഇത് തട്ടിപ്പായി തട്ടിക്കുന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത് അവസാനം ഒരു അക്കൗണ്ട് കാണും. ആ അക്കൗണ്ട് മിക്കവാറും നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഈ അക്കൗണ്ടിൻ്റെ ഉടമ എന്ന് പറയുന്ന ആൾ ഒന്നുകിൽ ഒരു അങ്ങനെ ആ പേരിൽ ഒരാൾ വ്യക്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാളുടെ കള്ള അഡ്രസ്സായിരിക്കും. അപ്പോൾ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ബാങ്കിന് ഒരു ബാങ്ക് വഴിയായിരിക്കും പോകുന്നത്, ABC ബാങ്ക്, XYZ ബാങ്ക്. അവസാനം ഈ ഫ്രോഡ് കാണിക്കപ്പെട്ട് പൈസ തട്ടിക്കൊണ്ടുപോയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ KYCയുടെ വീഴ്ച മിക്കവാറും കേസിലുണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ ഈ പൈസ നഷ്ടപ്പെട്ട ആൾക്ക് ആ ബാങ്കിനെ ലയബിളാക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. കാരണം KYC വീഴ്ച ഉണ്ടായിരുന്നില്ലെങ്കിൽ ആർക്കാണോ പൈസ കിട്ടിയത് ആ ആളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവും, ആ അഡ്രസ്സിലുണ്ടാവും. ആ അഡ്രസ്സിൽപ്പെട്ട ആൾക്ക് ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പൈസയാണ് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ വഴി കിട്ടിയത്. അൺഡ്യൂ എൻറിച്ച്മെൻറ്റ് എന്നുള്ള ഒരു ലീഗൽ ടേമുണ്ട്. അതല്ലാതെ മറ്റ് പല പോംവഴികളുമുണ്ട് ലീഗലായിട്ട്. അപ്പോൾ അത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ഈ പൈസ നഷ്ടപ്പെട്ടവർക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ ബാങ്ക് വഴി, ഒരു ബാങ്കിലെ അക്കൗണ്ട് വഴിയാണല്ലോ പൈസ നഷ്ടപ്പെടുന്നത്. ആ ബാങ്കിനോട് ചോദിക്കണം അവസാനം ഏത് ബാങ്കിലാണ് ഈ ഫ്രോഡുലൻ്റ് എമൗണ്ട് പിൻവലിക്കപ്പെട്ടത്. ആ ബാങ്കിൻ്റെ അടുത്ത് ഈ അക്കൗണ്ട് ഹോൾഡറുടെ KYC ഡോക്യുമെൻറ്റ്സ് തരാനോ. കാരണം ആളിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ക്രിമിനൽ പ്രൊസീഡിങ്സ് വഴി നടത്താൻ പറ്റും. മിക്കവാറും നോക്കുമ്പോൾ അങ്ങനെ ആളുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു KYC വീഴ്ച വരുന്നു. ആ KYC വീഴ്ച ഇല്ലായിരുന്നെങ്കിൽ ഈ പൈസ സിസ്റ്റത്തിൻ്റെ പുറത്ത് പോവില്ല. അപ്പോൾ അവിടെ ഒരു റീകോഴ്സ് ഉണ്ട്. പൈസ നഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ വഴിയും കൂടി തീർച്ചയായിട്ടും പെർസ്യൂ ചെയ്യണം. കുറച്ച് പ്രയാസമുണ്ടെങ്കിലും പൈസ തിരിച്ചു കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ആ നേരത്തെ പറഞ്ഞതുപോലെ KYC ലയബിലിറ്റി ബാങ്കേഴ്സിന് ആപ്ലിക്കബിൾ ആണ്. The number of demat accounts rose to 16 crores in 2024 from just 4.1 crores in 2020. Investors must adopt a cautious approach, rigorously verify each and every investment opportunity, and demand stronger action against fraudsters. The stock market can be a powerful tool for building wealth, but only for those armed with knowledge, patience, and a clear-eyed view of the risks involved. As we navigate this brave new world of digital finance, let's remember, if an offer sounds too good to be true, it probably is. Yet, time and time again, people ignore the red flags, driven by the intoxicating possibility of instant wealth, but end up losing their hard-earned money to these deceitful schemes.